US പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഡൊണാൾഡ് ട്രംപിനെ റിപ്പബ്ലിക് പാർട്ടി ഇതിനോടകം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്കിടെ ഡൊണാൾഡ് ട്രംപിന് നേരെ തോമസ് മാത്യു ക്രൂക്സ് എന്ന 20കാരൻ വെടിയുതിർത്തത്. അമേരിക്കൻ രാഷ്ട്രീയത്തെയും ലോകത്തെയും നടുക്കുന്ന ഒരു വെടിയുണ്ടയാണ് ട്രംപിന് നേരെ പാഞ്ഞെടുത്തത്. എന്നാൽ ഒരു വെടിയുണ്ടയൊന്നും ഡൊണാൾഡ് ട്രംപിന് ഒരു പ്രശ്നമേ അല്ല. AR-15 എന്ന റൈഫിളാണ് അക്രമി ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഉപയോഗിച്ചത്. ഈ റൈഫിളിന്റെ ചരിത്രത്തെപ്പറ്റി ആദ്യം അറിയാം. പ്രധാനമായും മത്സരങ്ങളിലും മൃഗങ്ങളെ വേട്ടയാടാനുമായാണ് ഈ റൈഫിൾ ഉപയോഗിക്കുന്നത്. 1950കളിൽ ആമലൈറ്റ് എന്ന കമ്പനിയാണ് ഈ റൈഫിൾ നിർമ്മിച്ചത്. കമ്പനിയുടെ പേരിൽ നിന്നാണ് റൈഫിളിന് AR എന്ന പേര് കിട്ടിയത്. 2021നും 2022നും ഇടയിൽ അമേരിക്കയിൽ നടന്ന പല വെടിവയ്പ് ആക്രമണങ്ങളിലും ഈ റൈഫിൾ ഉപയോഗിച്ചിരുന്നതായി വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. അതിലൊന്നാണ് ടെക്സാസിലെ എലിമെന്ററി സ്കൂളിൽ നടന്ന കൂട്ടവെടിവെപ്പ്. 2022 മെയ് മാസത്തിൽ അമേരിക്കയിലെ റോബ് എലിമെന്ററി സ്കൂളിൽ നടന്ന വെടിവെപ്പിൽ 19 കുട്ടികളും 2 അധ്യാപകരുമാണ് കൊല്ലപ്പെട്ടത്. 18കാരനായ സാൽവദോർ റാമോസ് ആണ് വെടിവെപ്പ് നടത്തിയത്. 18 വയസ്സ് പൂർത്തിയായി ദിവസങ്ങൾക്കുള്ളിൽ ഇയാൾ 2 AR-15 റൈഫിൾ സ്വന്തമാക്കുകയായിരുന്നു. മറ്റൊരു ഉദാഹരണമാണ് കൊളറാഡോ തിയേറ്ററിലുണ്ടായ വെടിവെപ്പ്. 2012ലാണ് 12 പേർ കൊല്ലപ്പെട്ട കൊളറാഡോ തിയേറ്റർ വെടിവെപ്പ് നടന്നത്. ക്രിസ്റ്റഫർ നോളന്റെ ദ ഡാർക്ക് നൈറ്റ് റൈസ് എന്ന ചിത്രം പ്രദർശിപ്പിച്ച തിയേറ്ററിലാണ് അർദ്ധരാത്രിയോടെ വെടിവെപ്പ് നടന്നത്. വെടിവെപ്പ് നടത്തിയ ജെയിംസ് ഹോംസ് എന്ന പ്രതി 4 തോക്കുകളാണ് കയ്യിൽ കരുതിയത്. ശേഷം ഷോ കണ്ടിരിക്കവേ ആളുകൾക്ക് നേരെ ഇയാൾ വെടിയുതിർക്കുകയായിരുന്നു. ഇനി മൂന്നാമത്തെ സംഭവം ജാക്സൺ വില്ല വെടിവെപ്പാണ്. കഴിഞ്ഞ വർഷമാണ് ഫ്ലോറിഡയിലെ ജാക്സൺ വില്ലയിലെ സ്റ്റോറിൽ വെച്ച് 3 കറുത്ത വംശജരെ 21കാരൻ വെടിവെച്ചു കൊന്നത്. റയാൻ ക്രിസ്റ്റഫർ പാൽമീറ്റർ ആണ് വെടിവെപ്പ് നടത്തിയത്. ശേഷം ഇയാളും സ്വയം വെടിവെച്ച് മരിക്കുകയായിരുന്നു. AR-15 റൈഫിളും ഒരു ഹാൻഡ് ഗണ്ണുമാണ് ഇയാളുടെ കൈവശം ഉണ്ടായിരുന്നത്. ഇനി AR-15 അപകടകാരിയാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. അമേരിക്കൻ സൈനികരുടെ സ്റ്റാൻഡേർഡ് സർവീസ് റൈഫിളാണ് M16. അത് അസോൾട്ട് റൈഫിൾ എന്ന വിഭാഗത്തിൽ വരും. പൂർണ്ണമായും ഓട്ടോമാറ്റിക് ആയതിനാൽ തോക്കിന്റെ കാഞ്ചി വലിച്ചാൽ കാട്രിഡ്ജിലെ മുഴുവൻ വെടിയുണ്ടയും തീരുന്നതുവരെ വെടിയുതിർക്കാൻ കഴിയും. M16ന്റെ സിവിലിയൻ പതിപ്പാണ് AR-15. മാനുവൽ സെമി ഓട്ടോമാറ്റിക് ഓപ്പറേഷനാണ് ഇതിൽ. ഓരോ തവണ കാഞ്ചി വലിക്കുമ്പോഴും ഓരോ ബുള്ളറ്റ് പുറത്തേക്ക് പായുന്നതാണ് മാനുവൽ ഓപ്പറേഷൻ. തോക്കിന്റെ കാഞ്ചിയിൽ നിന്ന് കൈ മാറ്റുന്നതുവരെ വെടിയുണ്ടകൾ പായുന്നതാണ് സെമി ഓട്ടോമാറ്റിക് പതിപ്പ്. അമേരിക്കയിൽ സ്വയരക്ഷയ്ക്കായി തോക്കുകൾ വാങ്ങാൻ അനുമതിയുണ്ട്. അതിൻ പ്രകാരമാണ് മാനുവൽ സെമി ഓട്ടോമാറ്റിക് പതിപ്പ് സിവിലിയന്മാർക്കായി അവതരിപ്പിച്ചത്. എന്നാൽ ബംപ് സ്റ്റോക്ക് എന്ന ചെറിയൊരു ഘടകം തോക്കിന്റെ കാഞ്ചിക്ക് പിൻഭാഗത്തായി ഘടിപ്പിക്കുന്നതോടെ പ്രവർത്തനം പൂർണ്ണമായും ഓട്ടോമാറ്റിക്കിന് സമാനമാകും. വെടിയുണ്ട പായുമ്പോഴുള്ള റീകോയിൽ അഥവാ പിന്നിലേക്കുള്ള ശക്തിയിൽ കാഞ്ചി നേരെ വിരലിലേക്ക് വേഗത്തിലെത്തും. ഇത്തരത്തിൽ സെക്കൻഡിൽ പായുന്ന വെടിയുണ്ടകളുടെ എണ്ണം ഓട്ടോമാറ്റിക് റൈഫിളിന് സമാനമാകും. അമേരിക്കയിൽ സ്കൂളുകളിലും കോളേജുകളിലും ക്ലബ്ബുകളിലും നടത്തുന്ന വെടിവെപ്പിൽ പലപ്പോഴും ഉപയോഗിക്കപ്പെടുന്നത് AR-15 ആണ്.